എടാ അബി, ആടാ മടുത്തടാ. ഇത്ര നാളായി ഇവിടെ കിടന്നിങ്ങനെ മടുത്ത്. എന്താടാ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വന്നേ? അതല്ലടാ, ആകെ കഷ്ടപ്പാടാ, ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. എല്ലാം കൂടെ ഓർക്കുമ്പോൾ ജീവിതം അങ്ങോട്ട് അവസാനിപ്പിച്ചാലോ തോന്നും. എന്താടാ ഇത്ര നാളായി ഇവിടെ? ഇതിനെ ഇങ്ങനെ ചിന്തിക്കുന്നത്? ശമ്പളമില്ലാത്ത കാര്യം നീ ഇപ്പോഴാണ് അറിയുന്നത്. അതൊക്കെ അങ്ങനെയൊക്കെ തന്നെടാ, പിടിച്ച് നിന്നേ പറ്റൂ. അതൊക്കെ അറിയാടാ, പക്ഷെ വീട്ടിലേക്കൊന്ന് വിളിക്കണമെന്നുണ്ട്, അതിനും പറ്റാണ്ട്. എന്താ ഇപ്പോൾ പെട്ടെന്ന്? ഫോണ് കംപ്ലൈൻ്റ് ആണ്. ഇത്ര നാളൊരു കുഴപ്പമില്ലായിരുന്നല്ലോ, പെട്ടെന്ന് ഇപ്പം എന്താ ഉണ്ടായത്? ആകെയുള്ളൊരു ആശ്വാസമാണ് ഇപ്പം ഇടയ്ക്കിടയ്ക്ക് വർക്കിനില്ല. അതും പോയ നിൻ്റെ വല്ലാത്തൊരവസ്ഥയാണല്ലോടാ. ഞാൻ വെറുതെ പറഞ്ഞടാ, നീ വിഷമിക്കൊന്നും വേണ്ട, നമുക്ക് റെഡിയാക്കാം. നീ ആ സ്ഥലം കണ്ടടാ? ഏത്? നീ ജീവിതം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞില്ലേ? അപ്പോഴെനിക്ക് സ്ഥലത്തെ പറ്റി ഓർമ്മ ഉണ്ട്. ഇതിന് മുമ്പൊരാൾ പറഞ്ഞതാ, പണ്ട് ഈ ആത്മഹത്യ ചെയ്യുന്നവരെയും കുറ്റം ചെയ്ത് ശിക്ഷിക്കപ്പെടുന്നവരെയും ശവമായിട്ടും ജീവനോടുകൂടി ഇവിടെ കൊണ്ടുവരുന്നതല്ലെന്ന്. ഇവിടെ ഈ ശവങ്ങളും ശരീരങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മൾ വേസ്റ്റ് കൊണ്ട് അറിയത്തില്ലേ, അതാണ് കൊണ്ട് അറിയാറ് ചെയ്യുന്നത്. ഇതൊന്നും അടക്കാറില്ലായിരുന്നു. നീ ഡീകമ്പോസിഷൻ നിട്ടില്ല. അത് കണക്ക് ഈ ശവങ്ങളെല്ലാം വളമായി ആ മരങ്ങളെല്ലാം കിളിച്ചിരിക്കുന്നില്ല. ഈ വേറെ സ്ഥലങ്ങളാണ്, അവിടെ നിന്ന് ഒരു മരം പോലും ഒരു ചെടി പോലും, പക്ഷെ അവിടെ മാത്രമാണ്. അല്ല, ഇതൊക്കെ എൻ്റെ അടുത്ത് ഓരോരുത്തർ പറഞ്ഞതാ, പക്ഷെ ഒന്ന് രണ്ട് പേരൊന്നും അല്ല. ഇത് ഓണായോ? ഇവനെന്തിനാ ഇപ്പം എന്നെ വിളിക്കുന്നത്? അബി പറയടാ. കട്ടാക്കിയ നീ ഇതെവിടെ പോയതാ? ഞാനൊന്ന് വെറുതെ പുറത്തു പോയതാണ്. നീ എന്തിനെന്നെ വിളിച്ച്? ഞാനാ? എൻ്റെ പൊട്ട മൊബൈൽ കംപ്ലൈൻ്റ് ആയതായിരിക്കൂടാ. അല്ലടാ, നിൻ്റെ ഒരു കോള് വന്നടാ. പിന്നെ എൻ്റെ ഫോണ് മുകളിലാടാ, കുറേ നേരം കൊണ്ട് ചാർജ് കുത്തിയിട്ടേക്കുക, ഏകദേശം ഒരു മണിക്കൂറായി. സ്വിച്ച് ഓഫ് ആക്കിയിട്ട് പോവാം, ഓണാവോ നോക്കണല്ലോ. പണ്ട് ഈ ആത്മഹത്യ ചെയ്യുന്നവരെയും കുറ്റം ചെയ്ത് ശിക്ഷിക്കപ്പെടുന്നവരെയും ശവമായിട്ടും ജീവനോടുകൂടി ഇവിടെ കൊണ്ടുവരുന്നത്. നമ്മൾ ഈ ശരീരങ്ങൾ നമ്മൾ ഈ വേസ്റ്റ് അതാണ് ഈ സ്ഥലത്ത് ഇത് സ്വിച്ച് ഓഫ് ആക്കിയതല്ലേ?
മാറ്റുക സ്വയമെങ്കിലും പൈതലാണു നീ ചിരമിതു എടാ അബി, എന്താടാ നീ ഞാനെങ്ങാനും ഒന്ന് മരിക്കണം പറഞ്ഞുകൊണ്ടാണോ? നീയല്ലായിരുന്നു പറഞ്ഞത്. ഒന്ന് പോയേടാ.